നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ കൂടി കൊലപാതകം നടത്തുന്ന വാർത്തകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലാണെങ്കിലും അത്തരം വാർത്തകൾക്കൊന്നും തന്നെ യാതൊരു കുറവുമില്ല. ഇതൊക്കെ തന്നെയാണ് ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും സംഭവിക്കുന്നത്. അതിപ്പോൾ ഏറ്റവും അടുത്തുള്ള ആളുകളെ പോലും വകവരുത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് മാർഗവും സ്വീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇന്ന് തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല, ഇന്നത്തെ കൊലപാതകം ചെയ്ത ആളുകളെ, പ്രതികളെയൊക്കെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെയില്ല. തനിക്കൊരു ദേഷ്യം വന്നാൽ, തനിക്ക് അവരോട് എന്തെങ്കിലും പ്രതികാരമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പ്രകോപനത്തിന്റെ പേരിൽ അവരെ കൊല ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളും, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്കുള്ള മനോനില ഇന്നത്തെ ആളുകൾക്കുണ്ട്. അതിപ്പോൾ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും അവർക്കുണ്ടാകണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ഏതായാലും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ വാർത്ത, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷാവിധി വന്നതിന് ശേഷമുള്ള ആ കൊലപാതകത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ വീണ്ടും ചർച്ചയാവുകയാണ്. വിക്ടോറിയയിലാണ് 3 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഓസ്ട്രേലിയയിലെ മഷ്റൂം മർഡർ കേസിലെ പ്രതി എറിൻ പാറ്റേഴ്സൺ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 3 വർഷമാണ് ഇതിനു വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തിയിരിക്കുന്നത്. 2023 ജൂലൈ 29 വിക്ടോറിയയിൽ സ്വന്തം കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഭർത്തൃമാതാവ് ഗെയിൽ പാറ്റേഴ്സൺ, ഭർത്തൃപിതാവ് ഡോൺ പാറ്റേഴ്സൺ, ബന്ധുവായ ഹെദർ വിൽക്കിൻസൺ എന്നിവരെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയെന്ന കേസിലാണ് 11 ആഴ്ചത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. വിചാരണയിലുടനീളം എറിൻ താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കേസിൽ വഴിത്തിരിവായത് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പോലീസിന് ലഭിച്ച തെളിവുകളും എറിൻ പറഞ്ഞ ചില നുണകളുമാണ്. കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട എറിന്റെ മുൻ ഭർത്താവാണ് കേസിലെ പ്രധാന സാക്ഷിയും. ഓവേറിയൻ ക്യാൻസർ ആണെന്ന വിവരം മക്കളെ അറിയിക്കാൻ ഉപദേശം വേണമെന്നും ഇനി ഒരിക്കലും ഇത്തരം ഒരു കൂടിച്ചേരൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്ന് വിശദമാക്കിയാണ് എറിൻ ഭർത്തൃകുടുംബത്തെ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഭർത്താവ് സൈമൺ പാറ്റേഴ്സൺ വിരുന്നിന് വന്നില്ല. തനിക്ക് എത്താനാകില്ലെന്ന് സൈമൺ പറഞ്ഞപ്പോൾ വരണമെന്ന് നിർബന്ധിച്ച് എറിൻ സന്ദേശവും അയച്ചു. തയ്യാറാക്കിയ വിഭവങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. എറിൻ വിളിച്ചു വരുത്തിയ പ്രകാരം സൈമന്റെ മാതാപിതാക്കളായ ഡോണും ഗെയിലും പ്രാദേശിക പുരോഹിതനായ ഇയാൻ വിൽക്കിൻസണും ഭാര്യ ഹെദറും വിരുന്നിൽ പങ്കെടുത്തിരുന്നു. അതിഥികൾക്ക് വേണ്ടി ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭവമാണ് ഇവർ പാചകം ചെയ്തത്. ഇവർക്കെല്ലാം രാത്രിയോടെ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ തുടങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടങ്ങിയെങ്കിലും എന്താണ് വിഷബാധയുടെ കാരണമെന്ന് തുടക്കത്തിൽ കണ്ടെത്താനായില്ല. വൈകാതെ പാസ്റ്റർ ഇയാൻ വിൽക്കിൻസൺ ഒഴികെയുള്ളവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇയാൾ മാത്രമാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. എറിൻ തന്റെ ഗർഭാശയ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇവരെ വിളിച്ചു വരുത്തിയതെന്ന് ക്രൗൺ പ്രോസിക്യൂട്ടർ ഡോക്ടർ നാനറ്റ് റോജേഴ്സ് കോടതിയിൽ അറിയിച്ചത്. കുട്ടികളോട് തന്റെ അസുഖ വിവരം എങ്ങനെ അറിയിക്കണമെന്ന് എന്നാണ് എറിൻ ഇവരോട് പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ആഹാരം വിളമ്പിയത് എറിനാണ്. തനിക്ക് വിഷമില്ലാത്ത ആഹാരം തെരഞ്ഞെടുത്ത് എറിൻ കൃത്യം നടത്താൻ ആസൂത്രണം നടത്തിയിരുന്നു. സൈമന്റെ മാതാപിതാക്കളോട് എറിൻ ആഴ്ചകളായി തന്റെ അസുഖത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു. തനിക്ക് ആശുപത്രിയിൽ പോയി പരിശോധനകൾ നടത്തേണ്ടി വരുമെന്നും എറിൻ ഗെയിലിനെ അറിയിച്ചിരുന്നു. ജൂൺ 28 പരിശോധനാ ഫലം തിരക്കി ഗെയിൽ സന്ദേശം അയച്ചു. പരിശോധനകൾ കുഴപ്പമില്ലായിരുന്നുവെന്നും എന്നാൽ സാമ്പിൾ ബയോപ്സിക്ക് അയച്ചതായും എറിൻ മറുപടി നൽകി. ജൂൺ 16 പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം തന്റെ രോഗവിവരം കുട്ടികളോട് പറയുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുന്നതിനെ എറിൻ ഇവരെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത്. കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വരേണ്ടെന്ന് എറിൻ പറഞ്ഞിരുന്നു. സൈമൺ ഇത് സമ്മതിച്ചു. ക്ഷണത്തെക്കുറിച്ച് അതിഥികൾക്ക് എല്ലാവരും ആശയക്കുഴപ്പത്തിലായിരുന്നു. സൈമൺ അവസാന നിമിഷം പിന്മാറിയതും എറിനെ നിരാശയാക്കിയെന്നും പറയപ്പെടുന്നു. പ്രത്യേക ഭക്ഷണത്തിനായി താൻ വളരെയധികം ശ്രമം നടത്തിയെന്നും എറിൻ സന്ദേശം അയച്ചു. എല്ലാവരും പങ്കെടുക്കേണ്ടത് പ്രധാനമാണെന്നും എറിൻ സൈമണിനോട് പറഞ്ഞിരുന്നുവെന്നും കോടതിയിൽ പ്രോസിക്യൂട്ടർ വിചാരണ വേളയിൽ അറിയിച്ചിരുന്നു. മൃതദേഹ പരിശോധനയിൽ ശരീരത്തിൽ അമിത അളവിൽ അമാടോക്സിൻ എന്ന വിഷാംശം ഉണ്ടായിരുന്നതായും കണ്ടെത്തി. ചികിത്സയിലായിരുന്ന ലാൻ വിൽക്കിൻസണിൽ നടത്തിയ ആന്തരിക പരിശോധനയിലും സമാനമായ വിഷാംശം കണ്ടെത്തിയതാണ് ഇവർ കഴിച്ച ഭക്ഷണത്തിലേക്ക് അന്വേഷണം കൊണ്ടുചെന്നെത്തിച്ചത്. എല്ലാവരും കഴിച്ച ആഹാരത്തിൽ മാരക വിഷാംശമുള്ള അമാനിറ്റ വിഭാഗത്തിൽപ്പെട്ട കൂൺ ഉൾപ്പെട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ വിരുന്നിൽ കൂൺ വിഭവം വിളമ്പിയ വിവരം മറച്ചുവെക്കാൻ എറിൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു.
മനഃപൂർവ്വം ചെയ്തതല്ലെന്നും അബദ്ധം പറ്റിയതാണെന്നും വാദിക്കാനാണ് ശ്രമിച്ചത്. ക്യാൻസർ രോഗത്തിന്റെ പേരിലാണ് എറിൻ ഭർത്തൃ കുടുംബത്തെ വിളിച്ചു വരുത്തിയത്. അത് കള്ളമാണെന്ന് തെളിഞ്ഞതോടെ എറിനിലേക്ക് തന്നെ അന്വേഷണം കേന്ദ്രീകരിച്ചു. ഡെത്ത് ക്യാപ്പിൽ 3 പ്രധാന തരം വിഷവസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്: അമാറ്റോക്സിൻ, ഫാലോടോക്സിൻ, വൈറോടോക്സിൻ. മനുഷ്യരിൽ അമാറ്റോക്സിനുകൾ DNA-യുടെ ഉൽപാദനത്തെ തടയുന്നു. ഇത് കരൾ, വൃക്ക എന്നിവയുടെ തകരാറിലേക്കും ചികിത്സിച്ചില്ലെങ്കിൽ കോമയിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു. ഒരു കൂടിൽ മാരകമായേക്കാവുന്ന വിഷാംശത്തിന്റെ പല മടങ്ങ് അടങ്ങിയിരിക്കാം. പ്രായപൂർത്തിയായ ഒരാളെ കൊല്ലാൻ ഒരു ചെറിയ കഷ്ണം മാത്രം മതി. കൂൺ തിളപ്പിക്കുകയോ പാകം ചെയ്യുകയോ മരവിപ്പിക്കുകയോ ഉണക്കുകയോ ചെയ്താൽ വിഷാംശം നശിപ്പിക്കാനാവില്ല. കൊലപാതകങ്ങൾക്കായി വിഷക്കൂൺ ഉപയോഗിക്കുന്നത് വ്യാപകമാവുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 3 വർഷത്തിനുള്ളിൽ 4 തവണ ഭർത്താവിനെ കൊലപ്പെടുത്താൻ എറിൻ ശ്രമിച്ചു. ഇത് സംബന്ധിച്ചും തെളിവുകൾ പോലീസിന് ലഭിച്ചു. വിഷക്കൂൺ കൊലപാതകത്തിലും ഭർത്താവ് തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. അദ്ദേഹം വിരുന്നിന് പങ്കെടുക്കില്ലെന്ന് പറഞ്ഞതോടെയാണ് എറിൻ അസ്വസ്ഥയായത്. വരണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന സന്ദേശങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വിഷാംശം കൂടുതലുള്ള കൂൺ വളർത്തിയെടുത്തതാണ് പ്രതി. സംശയം തോന്നാതിരിക്കാൻ വിരുന്ന് നൽകുന്ന ദിവസം സാധാരണ കറി വയ്ക്കാറുള്ള കൂൺ മേടിച്ചു. വിഷക്കൂൺ ഉണക്കാനുള്ള ഡീഹൈഡ്രേറ്റർ മേടിച്ചു. പക്ഷേ അത് ഉപേക്ഷിച്ചതും തുമ്പായി. കൂണുകളുടെയും ഡീഹൈഡ്രേറ്റിന്റെയും സെർച്ച് ഹിസ്റ്ററി ഇല്ലാതാക്കാൻ ഫോൺ റീസെറ്റ് ചെയ്തതും പോലീസ് കണ്ടെത്തി. ബാക്കി വന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവർ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഓവനിൽ നടത്തിയ പരിശോധനയിൽ വിഷക്കൂണിന്റെ അംശം കണ്ടെത്തി. അതായത് മറ്റുള്ള പ്രധാന തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ എറിൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ചില തെളിവുകൾ പോലീസിനെ വീടിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടതും ഏറെ കേസിൽ നിർണായകമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ നടത്തിയ ആന്തരിക അവയവ പരിശോധനയിലടക്കം ഇത്തരത്തിൽ വിഷാംശത്തിന്റെ അളവ് തന്റെ ശരീരത്തിലും ഉണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലായത്. മാത്രമല്ല, വൈകാതെ തന്നെ ഈ ഭക്ഷണം കഴിക്കാത്ത എറിൻ മാത്രം, അവസാനമായി ഇവർ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നതടക്കമുള്ളത് പോലീസ് പരിശോധിക്കുകയായിരുന്നു. എറിൻ മാത്രമാണ് ഇതിൽ കഴിക്കാതിരുന്നതും പിന്നെ എറിൻ മാത്രം ഇതെങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതും സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഫോണിനുള്ളിലെ തെളിവുകളടക്കം റീസെറ്റ് ചെയ്ത് നശിപ്പിച്ച എറിൻ സ്വന്തം വീടിനുള്ളിൽ താൻ ബാക്കി വെച്ചിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ വൈകുകയായിരുന്നു. അപ്പോഴേക്ക് പ്രതി എറിനാണെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. ഏതായാലും ഭർത്താവിന് അയച്ച സന്ദേശങ്ങളടക്കം തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചു. 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ എറിൻ തന്നെയാണ് കുറ്റവാളി എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്.